ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. ചില ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ LDF-നൊപ്പമുള്ള അവരുടെ ദില്ലിയിലെ അംബാസഡറായ കെ.വി. തോമസ് ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ 2002 കോഴിക്കോട്ട് സംഭവിച്ചു എന്ന് കാണുക. കാലത്ത് 11:20 ഇന്റർസിറ്റി എക്സ്പ്രസിലെത്തിയ മന്ത്രിയെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കരിങ്കുടിയുമായി 20ഓളം വരുന്ന വിദ്യാർത്ഥികൾ വളയുകയായിരുന്നു. മന്ത്രിയുടെ ദേഹത്ത് കരിയോയിലൊഴിച്ച് കുപ്പി എറിഞ്ഞെങ്കിലും പോലീസുകാർ തടഞ്ഞു. കരിയോയിൽ കുപ്പായത്തിൽ പുരണ്ട മന്ത്രിയെ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് കയറ്റി പോലീസ് പുറത്തേക്ക് കാവൽ നിന്നു. തുടർന്ന് പുറത്തു കുത്തിയിരുന്ന മുദ്രാവാക്യമൊക്കെ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിച്ചു. മന്ത്രി 1 മണിക്കൂറോളം സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ കുടുങ്ങി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ ശേഷമാണ് മന്ത്രി പുതിയ ഷർട്ട് വാങ്ങി അണിഞ്ഞ് സ്റ്റേഷൻ വിട്ടത്. SFI കേന്ദ്ര സമിതി അംഗം PM മാതിരിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി 2013 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവം, അത് ഒക്ടോബർ 27 കണ്ണൂരിലായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ന്യൂസ് അവറിന് മറ്റ് കമന്റുകളൊന്നുമില്ല. അന്ന് അതേക്കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുകൂടി കേൾക്കാം. തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ?